ജന്മകാരിണി ഭാരതം താങ്ക് യു. പ്രേമം നോക്കിയടാ ആരമ്മേനെ കെട്ടി പിശാചാന്ന്. ചോറ് വേണംടാ. ഹലോ, ആരാ? നിന്റെയൊക്കെ അമ്മയെ കെട്ടിയ പിശാച് തന്നെയാ. നിനക്കൊക്കെ ഇത് ആരാണെന്ന് മനസ്സിലായ? തലം മാറി വന്ന SI യാ. സത്യത്തിൽ സാറിനെ എവിടേക്ക് പോണ്ടിരുന്നു? ചെറുക്കനെ കൊണ്ടുപോകാന്നാണല്ലേ? നടക്കൂല മുതലാളി. നടക്കൂലേ? അയ്യോ, എന്നാ ഞങ്ങൾ തോളത്തെടുത്തോണ്ട് പോവാം. നീ എടുക്കോടാ, ഇവിടുത്തോളാന്ന്. നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകില്ല? കൊണ്ടുപോകും മുതലാളി. ഇത് കടപ്പുറമാണ്. ഇത് കടലിൽ നിന്ന് മീൻ മാറണ കയ്യും നാറും. ഇത് ഞാൻ ചന്തി കരുതുന്ന കയ്യാ. നിന്നെ നാട്ടാൻ ഇത് മതി. പറഞ്ഞാലും വിശ്വസിക്കൂല. നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ. വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി. ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല. നീറ്റായിട്ട് ഒറ്റ കണ്ട തെണ്ടികളോടൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഞാൻ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ പെങ്ങളെ പെണ്ണ് ചോദിക്കാൻ നിനക്കെന്താ ഭ്രാന്തുണ്ടോ? എന്താ പ്രാന്തന്മാർക്ക് മാത്രമേ പെങ്ങളെ കൊടുക്കോളുന്നുണ്ടോ? പെണ്ണന്വേഷിച്ചു വന്നിരിക്കുന്ന ഒരു മാന്യൻ. എടാ, നീയും കഴുതയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളേ? നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ. ഒരു പേരിട്ട പേരെന്താ? കടയുടെ പേരെന്തോ? സണ്ണി ലിയോൺ ടെക്സ്റ്റൈൽസ്. സണ്ണി ലിയോൺ. ആൾക്കാർ വായിച്ചപ്പോ സണ്ണി ലിയോൺ ടെക്സ്റ്റൈൽസ്. ആൾക്കാർ വിചാരിച്ച അതിനകത്ത് തുണിയൊന്നും കാണൂല. മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് സർ. ഈ കാല് ഏറ്റി വെച്ച് മാത്രമേ കാപ്പി കുടിക്കാൻ പറ്റുള്ളൂ? കാല് മാത്രല്ല, ചന്തിയുണ്ട്. ഇതെന്തിനാ കുറച്ചങ്ങ് എടുത്ത് കളഞ്ഞത്? ഏത് ഗുളിക നമ്മൾ കഴിച്ചാലും അതിന്റെ സൈഡിൽ നിന്ന് ഇച്ചിരി ഒടിച്ച് ദൂരെ കളയണം. എന്തിനാ അത്? സൈഡ് എഫക്ട് ഉണ്ടാകാതിരിക്കാൻ.